ഹായ് ഡിയേഴ്സ്, ഞാനിന്നിവിടെ ടേസ്റ്റി ക്രാബ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ ക്രാബ് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളൊരു പോർഷനും കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പലപ്പോഴും ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ക്രാബ് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം, ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളത്. അപ്പോൾ അത് പലർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് ക്രാബ് പലരും വാങ്ങാറില്ല. ക്രാബ് ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട്. അപ്പം ഞാനത് അതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം അതിനാദ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കിച്ചൺ സിസർ ഉപയോഗിച്ചിട്ട് ഈ ക്രാബിൻ്റെ ഈ കാലിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റാം. ഫുൾ കാല് വെട്ടി മാറ്റണ്ട, ലാസ്റ്റ് പോർഷൻസ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അങ്ങനെ ഒന്നൊന്നായിട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ക്രാബ് ഒന്ന് തിരിച്ച് പിടിക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ ഭാഗം കാൽഭാഗം എല്ലാതും വെട്ടി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ക്രാബ് ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്യാം. അതിനുശേഷം ആ കത്തി കൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കുക. ആ കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ഫോഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫോഴ്സ് ചെയ്താൽ മതി, അതിൻ്റെ തൊണ്ടും കൂടെ ഇളകി പോരും. അപ്പോൾ നമുക്ക് അത് മാറ്റി കളയാം. എന്നിട്ട് ആ സൈഡിലുള്ള ഇതൊക്കെ ഒന്ന് സിസർ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് വെട്ടി മാറ്റി നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കണം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഓരോ ക്രാബ് എടുത്തിട്ട് വേണം വൃത്തിയാക്കാനായിട്ട്. ഓരോ ക്രാബ് ടാപ്പിൻ്റെ അടിയിൽ പിടിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി നമുക്ക് ക്ലീനായി കിട്ടും. അപ്പോൾ എല്ലാ ക്രാബും കൂടി ഒരു പാത്രത്തിലിട്ട് വൃത്തിയാക്കാൻ നിൽക്കരുത്. ഓരോന്ന് എടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്യണില്ല. ഓരോന്നും ഫുള്ള് കാല് മാറ്റി തോട് മാറ്റി നമ്മൾ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ തേക്കാണ്. ഇത് ഫ്രൈ ചെയ്യാൻ എന്തൊക്കെ മസാലകൾ വേണം അതൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാണ്. അതിന് ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല. നമ്മൾ ഫിഷ് ഫ്രൈക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ മസാലകൾ തന്നെയുള്ള ഇതിനും ആവശ്യം. അതിന് 2 ടീസ്പൂണ് മുളക് പൊടി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മീറ്റ് മസാല പൗഡർ. അത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂട്ടിയിട്ട് പിന്നെ കറിവേപ്പില കുറച്ചിടണം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി വെക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ക്രാബിൽ ഇപ്പോൾ മസാലകളൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. അരമണിക്കൂറിന് ശേഷം അത് പുറത്തെടുത്തിട്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് സാധാരണ പൊരിക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഓരോ ക്രാബും ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ ഓരോ ക്രാബും ഇട്ട ഉടനെ തന്നെ ഞാനൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ അധികം മസാലകളൊന്നും ഇളകി പോവാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇട്ട ഉടനെ തന്നെ അതൊന്ന് സൈഡ് തിരിച്ചിടുന്നുണ്ട്. ഒരു സൈഡ് മൊരിയാൻ നിൽക്കണേക്കാളും മുന്നേ തന്നെ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇങ്ങനെ 2 സൈഡും മൊരിയുന്ന വരെ ഒന്ന് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ടേസ്റ്റിയായ ക്രാബ് ഫ്രൈ റെഡിയായി കിട്ടും.